ഇവിടെ ഒരു ചെറിയ പെൺകുട്ടി അവളുടെ ചെറിയമ്മയോടൊപ്പം ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ചെറിയ പെൺകുട്ടിയോടൊപ്പം മറ്റൊരു സ്ത്രീയെയും കാണാം. അവർ ബസ്സിനായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആ ചെറിയ പെൺകുട്ടിക്ക് വെയിലടിക്കാതിരിക്കാൻ തന്റെ കൈ വെച്ച് മറയ്ക്കുന്നു, അവളുടെ അമ്മയെപ്പോലെ. എന്നാൽ അത് അവളുടെ അമ്മ തന്നെയാണ്. അവൾ ആ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അവൾക്കൊരു അപകടം സംഭവിക്കുകയാണ്. ആ അപകടത്തിന് ശേഷം ആ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് അവൾ മരിച്ചു പോവുകയാണ്. എന്നാൽ അന്നു മുതൽ ഒരു ആത്മാവായി അവൾ ആ കുഞ്ഞിന്റെ കൂടെ തന്നെ കഴിയുകയാണ്. എന്നാൽ ഇവൾക്ക് ആ കുഞ്ഞിനെ തൊടാനോ മറ്റാർക്കും ഇവളെ കാണാനോ പറ്റില്ല. ഒരു ദിവസം ആ ചെറിയ പെൺകുട്ടി സ്കൂളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണാതാകുന്നു. ടീച്ചേഴ്സ് എല്ലാം അവളെ തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എന്നാൽ അവൾ ഒരു ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ ഫ്രിഡ്ജിന്റെ ഡോർ അടഞ്ഞു പോയതുകൊണ്ട് തന്നെ അവളുടെ ബോധം പോയി മയങ്ങിക്കിടക്കുകയാണ്. ഇത് അവളുടെ അമ്മ കാണുകയാണ്. എന്നാൽ തന്റെ കുഞ്ഞിനെ ഒന്ന് തൊടാനോ അവൾ ഫ്രിഡ്ജിന്റെ ഉള്ളിലാണ് എന്ന് മറ്റാരോടെങ്കിലും പറയാനോ അവൾക്ക് സാധിക്കുന്നില്ല. ഇത്ര അടുത്തുണ്ടായിട്ടും തന്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ തനിക്ക് പറ്റുന്നില്ലല്ലോ എന്നോർത്ത് അവൾ ഒരുപാട് സങ്കടപ്പെടുകയാണ്. എന്നാൽ മറ്റൊരു ടീച്ചർ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കുട്ടിയുണ്ടെന്ന് കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ എല്ലാരും വന്ന് കുട്ടീനെ രക്ഷപ്പെടുത്തുകയാണ്. എന്നാൽ ഈ സ്ത്രീ ആവട്ടെ എന്തിനാണ് തനിക്ക് ഇങ്ങനൊരു ജീവിതം തന്നത് എന്നോർത്ത് ദൈവത്തെ തന്നെ പഴി പറയുകയാണ്. എന്നാൽ ഈ സ്ത്രീ അടുത്ത ദിവസം ഇവളുടെ കുഞ്ഞിനെ കാണാൻ സ്കൂളിലേക്ക് വരും. ഇവളെ എല്ലാവർക്കും തന്നെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവൾക്കത് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ തന്റെ മകളെ കാണുന്ന നേരം ആ കുഞ്ഞ് അവളെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അവൾക്കും ആ കുഞ്ഞിനെ തൊടാൻ സാധിക്കുന്നുണ്ട്. ജീവിതത്തിൽ ആദ്യമായി തന്റെ മകളെ കെട്ടിപ്പിടിച്ച സന്തോഷത്തിൽ മതിമറന്ന് നിൽക്കുകയാണ് അവൾ. അങ്ങനെ അവൾ ആ സ്കൂളിൽ തന്നെ ജോലിക്ക് ചേരുന്നു. അന്നു മുതൽ എപ്പോഴും ആ കുഞ്ഞിന്റെ കൂടെ തന്നെ അവൾ കഴിയുകയാണ്.